ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ സ്വീറ്റ് ഡെസേർട്ട് റെസിപ്പിയാണ്. എപ്പം നിങ്ങൾക്ക് പിന്നെ സ്വീറ്റ്സ് കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇതേപോലെ തന്നെ 10 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ ഒരു ബ്രഷർ കളിച്ചാൽ പിന്നെ ഇത് ചോദിച്ച് കളിക്കും കേട്ടോ. അത്ര അടിപൊളി നല്ല സ്വീറ്റ്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ചാക്കിക്കോ, സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോ തുടങ്ങാം. എല്ലാവരും വായോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ആവശ്യമാണത് നമ്മൾക്ക് വീറ്റ് ബ്രോക്കൻ ദലിയ എടുത്തിട്ടുണ്ട്. ഇത് ഗോതമ്പ് റവ പറയാം. അപ്പോൾ ഞാൻ സാധാരണ ഗോതമ്പ് ഉപ്മാവ് ഇതൊക്കെ എടുക്കാനുണ്ടല്ലേ, അതാണ്. പിന്നെ ഞാൻ ഫൈൻ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഫൈനിക്കാട് ഇത്തിരി വലുപ്പമല്ലേ, അത് എടുക്കാം കേട്ടോ. ഒരുപാട് ഫൈൻ ഉണ്ടുമ്പോൾ അത് എടുക്കണ്ട. പിന്നെ ഇനി ഒരു കുക്കർ എടുക്കാം. കുക്കറിൽ ഞാനിപ്പോൾ 1.5 ടേബിൾ ടീസ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ കൊത്തും പിന്നെ അണ്ടിപ്പരിപ്പ് ബദാം നമുക്ക് എല്ലാം ചേർത്തിട്ട് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കാം. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ ഓൺലി ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഇനി എല്ലാ സൈഡിലേക്ക് മാറ്റിയെടുക്കുക, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഞാൻ ഇതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ദലിയയ്ക്ക് നന്നായിട്ട് നമ്മൾക്ക് റോസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഒരു 3 മിനിറ്റ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാ കളർ ഇപ്പോൾ നല്ല വൈറ്റിഷ് കളറിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കളർ ഇത്തിരി കൂടി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ദലിയ എടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് ഈ സാധാ പച്ചവെള്ളം കേട്ടോ, ചൂടുവെള്ളം ഇതൊന്നുമില്ല. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾക്ക് ഇനി കുക്കറിൽ ലീഡ് കവറാക്കിയിട്ട് ഇനി നമുക്കൊരു 2 വിസിൽ ആക്കിയെടുക്കാം. പിന്നെ ഞാനിപ്പോൾ വേറെ അടുപ്പിൽ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ശർക്കര പാനി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ 1 കപ്പ് ശർക്കര പിന്നെ 1 കപ്പ് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് ശർക്കര പറയുമ്പോൾ 3 ക്യൂബ് ശർക്കരൻ്റെ ക്യൂബ് വരുന്നുണ്ടല്ലേ, അപ്പോൾ അത് 3 ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ശർക്കര നന്നായിട്ട് ഉറുക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ കുക്കറിൻ്റെ എയർ ഇതൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മുടെ തുറന്ന് നോക്കാം. ഇനി തുറക്കുമ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്തി വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, ഒന്നില്ല. പിന്നെ വെള്ളം ഇതൊന്നും കൂട്ടിപ്പോയിട്ടില്ല, കമ്മിയായിട്ടില്ല. പാകത്തിൽ നമ്മൾക്ക് 1 കപ്പ് ദലിയക്ക് 2 കപ്പ് വെള്ളം കറക്റ്റ് അളവത്തിൽ ഞാൻ ഇതിലേക്ക് നിങ്ങൾക്ക് മെജർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിലേക്ക് ശർക്കര പാനി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇനി നന്നായി മിക്സ് ആക്കിയിട്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മുടെ ഇതിലേക്ക് മേലെ ഇത് വെച്ച് കൊടുക്കുക. കുക്കർ നമ്മുടെ ഇതിൽ മേലെ വെച്ച് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഇത് 3 മിനിറ്റ് മതിയാവും കേട്ടോ. എല്ലാ വെള്ളം സോക്കെടുക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പിഞ്ചായിട്ട് സോൾട്ട് ഇതിലേക്ക് ഒരു നുള്ളി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ റിച്ച്നെസ് കിട്ടാൻ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണായിട്ട് പാല് പൊടിയെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നെയ്യ് നിങ്ങൾക്ക് ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്താൽ മതിയാവട്ടെ നിങ്ങൾക്ക്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇനി 1 മിനിറ്റ് പിന്നെ നമുക്ക് ലീഡ് കവറാക്കിയിട്ട് പിന്നെ നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇതേപോലത്തെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വെള്ളം എല്ലാം സോക്ക് എടുത്തിട്ടുണ്ട്, ദലിയ എല്ലാം സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് പിന്നെ തേങ്ങ കൊത്തി ഇതൊക്കെ നമുക്ക് ചേർത്തിട്ടുണ്ടല്ലേ, ഇത് നമുക്ക് വറുത്തെടുത്തിട്ടുണ്ടല്ലേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായി ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. പിന്നെ എൻ്റെ മലയാളം പറയുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണായിട്ട് ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. ഗ്രീൻ കാർഡമൺ പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് നമ്മൾക്ക് ലീഡ് കവറാക്കിയ ശേഷം ഇതിലേക്ക് ഇനി തുറന്ന് നോക്കാം. ഇന്ന് നമ്മുടെ തുറന്ന് നോക്കിയ ശേഷം നോക്കിയപ്പോൾ വളരെ നല്ല എന്താ പറയുക, നല്ല അടിപൊളി തന്നെ സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ സെർവിങ് ബോളിൽ മാറ്റി കൊടുക്കുക. പിന്നെ ഇത് മഴക്കാലമായ ഈ തണുപ്പ് കാട്ടുകാലം ഉണ്ടാവില്ലേ, ആ സമയത്ത് ഇത് കഴിച്ച ഏറ്റവും ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ആകെ ഒരു 2-3 ഇൻഗ്രീഡിയൻസ് നമുക്ക് മതി. പിന്നെ മെയിനായിട്ട് നമുക്ക് ശർക്കരയും പിന്നെ ഈ ദലിയൻ്റെ ആവശ്യം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിൽ ഇതിലേക്ക് ഡ്രൈ
നട്ട്സ് ഇതൊക്കെ ചേർക്കുക. അത് പിന്നെ നെയ്യ് നിങ്ങൾക്ക് ചോയ്സ് അനുസരിച്ചിട്ട് ഇതൊക്കെ ആഡ് ആക്കാം. വളരെ എളുപ്പത്തിൽ പക്ഷെ നല്ല ഹെൽത്തി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റ് വന്നാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർ നിങ്ങൾക്ക് ഈ റെസിപ്പി പിന്നെ ചോദിക്കും. അങ്ങനെ നിങ്ങൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ നിങ്ങൾ ഗോതമ്പ് പായസം ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ. പക്ഷേ ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ. ആകെ നമ്മൾക്ക് ഒരു 10 മിനിറ്റ് മതി ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ. വളരെ എളുപ്പത്തിൽ പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ, നല്ല വ്യത്യാസമായ ടേസ്റ്റാണ്. എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഇതുവരെ നിങ്ങൾക്ക് പുതിയ വ്യൂവേഴ്സ് എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിലേക്ക് പ്ലീസ് വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ ഓൺ ക്ലിക്ക് ആക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ ഇതേപോലത്തെ ഡെയിലിത്തെ വീഡിയോത്തെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്ക് എല്ലാവർക്കും റെസിപ്പി ഷെയർ ആക്കാൻ നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ ഷെയർ ആക്കുമ്പോൾ അവരെല്ലാവർക്കും ഈ പുതിയ നല്ല സ്വീറ്റ്സ് ഡെസേർട്ട് റെസിപ്പി എല്ലാവർക്കും കിട്ടും. അത് എന്തായാലും ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇതേപോലത്തെ ഞാനിനി അടുത്ത വീഡിയോയിലേക്ക് ഞാൻ നല്ല അടിപൊളി റെസിപ്പി കൊണ്ടുവരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി.